ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഒരു മനുഷ്യനെ അധപ്പതിപ്പിക്കുന്നത് എന്താണ്? അതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ലോകം കണ്ട ഏറ്റവും വലിയ ആത്മീയ മനഃശാസ്ത്രമാണ് ഭഗവത്ഗീത. ഓരോ മനുഷ്യനും ജനിച്ചു വരുമ്പോൾ പല വാസനകളായിട്ട് വരുന്നു. വാസന എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ആഗ്രഹങ്ങളുടെ, സ്വഭാവങ്ങളുടെ, ശീലങ്ങളുടെ, ചിന്തകളെയാണ് വാസന എന്ന് പറയുന്നത്. ഓരോ കുട്ടിയിലും അത് അന്തർലീനമായി കിടക്കുന്നുണ്ട്. പിന്നെ വളർന്നു വരുമ്പോൾ എല്ലാവരുടെ ഉള്ളിലും നന്മയുടെ വാസനയുണ്ട്, എന്നാൽ സ്വാർത്ഥ വാസനയുണ്ട്. സ്വന്തം സുഖം, സ്വന്തം താല്പര്യം, സ്വന്തം ഇഷ്ടം, അങ്ങനെ അവനവൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ്, അവനവൻ്റെ ഒരു ഇഷ്ടലോകം. എന്നാൽ അതേ മനസ്സിന് തന്നെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുക, മറ്റുള്ളവർക്കൊരു സന്തോഷം കൊടുക്കുക, എന്നെക്കൊണ്ട് അങ്ങനെയൊരു ആ തരത്തിലുള്ളൊരു വിശാലതയുണ്ട്. ഇപ്പോൾ ഒരു സാമൂഹിക ബോധവുമുണ്ട്, അല്ലെങ്കിൽ ഒരു കുടുംബബോധം. ചിലർക്ക് സാമൂഹ്യ ബോധം അല്ലെങ്കിൽ കുടുംബബോധം. എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കണം, അവരും കൂടി സന്തോഷം അനുഭവിക്കണം, അവരുടെയും കൂടി സന്തോഷമാണ്, അങ്ങനെ ചിന്തിക്കുന്ന കുറച്ചുകൂടി ഒരു വിശാലത അതുമുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ സുഖം, എൻ്റെ ലോകം, എൻ്റെ ഇഷ്ടം, എൻ്റെ താല്പര്യം, അങ്ങനെയൊരു ലോകവും ഉണ്ട്. ഈ എൻ്റെ ലോകം എന്നത് ഒരു സാമൂഹിക ചിന്തകളേക്കാൾ കൂടുതൽ നാം ഫലം കൊടുത്താൽ, അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ, അത് നമ്മളെ വികസിപ്പിക്കുന്നതിന് പകരം കൂടുതൽ നമ്മളെ സങ്കോചത്തിലേക്കും സങ്കുചിത്വത്തിലേക്കും അധപ്പതനത്തിലേക്കും കൊണ്ടുപോകും എന്ന് കൃഷ്ണൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് ഇന്നത്തെ ലോകത്തിൽ നിങ്ങൾ ചുറ്റും നോക്കിയാൽ മതി. അവനവൻ്റെ ലോകത്തിലേക്ക്, അവനവൻ്റെ സുഖത്തിലേക്ക്, അത് കള്ളാവട്ടെ, ലഹരി വസ്തുക്കളാവട്ടെ, പെണ്ണാവട്ടെ, മൊബൈലാവട്ടെ, അധപ്പതനത്തിൻ്റെ വഴിയാണ്. അപ്പം നമുക്കെല്ലാം ഒരു പരിധി നിശ്ചയിക്കണം. കുറച്ചൊക്കെ നമ്മുടെ സുഖങ്ങൾ നോക്കണം, അത് വേണ്ടാന്നല്ല, കൃഷ്ണൻ അതിനെ എതിർത്തിട്ടില്ല. പക്ഷേ സമൂഹബോധം, എൻ്റെ കർമ്മം, എൻ്റെ പ്രവൃത്തി, എൻ്റെ ധർമ്മം, എൻ്റെ ഉത്തരവാദിത്വം, എൻ്റെ ചുറ്റുപാടിനും എൻ്റെ സമൂഹത്തിനും, അപ്പോഴാണ് നമ്മളിൽ നിന്നും കൂടുതൽ ക്രിയാത്മകമായ, സർഗാത്മകമായ, പുരോഗമനാത്മകമായ, വികാസമുള്ള ചിന്തകളും ആശയങ്ങളും രൂപപ്പെടുന്നത്. അപ്പം ആ തരത്തിൽ നമ്മുടെ മനസ്സിനെ വികസിപ്പിക്കാൻ സാധിക്കുമ്പോഴാണ് സമൂഹം ബഹുമാനിക്കുന്ന, ചുറ്റുപാട് അംഗീകരിക്കുന്ന, ചുറ്റുപാടിന് മതിപ്പ് വരുന്ന ഒരു വ്യക്തിത്വമായി നാം മാറുന്നത്. അല്ലെങ്കിൽ ചുറ്റുപാട് അവഗണിക്കുന്ന, സ്വന്തം കുടുംബം പോലും, നിങ്ങൾക്ക് എത്ര കാലം നിങ്ങളുടെ ലോകത്തിൽ ജീവിക്കാൻ പറ്റും? കുറച്ച് കഴിഞ്ഞാൽ വീട്ടുകാർക്ക് പോലും മടുപ്പ് വരും. കാരണം ചുട്ടയിലെ ശീലം ചുടല വരെ. നമ്മൾ അവിടെ പോയാലും ഇതേ ശീലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കൃഷ്ണൻ പറഞ്ഞു, അർജുന, ഈ കാമയേഷ ക്രോധേഷ രജോഗുണം മഹാശനി, ഇതിനെ ഒരിക്കലും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ശീലങ്ങളെ മാറ്റാൻ ഒരു സുപ്രഭാതം കൊണ്ട് പറ്റില്ല. അപ്പം പിന്നെ നമ്മുടെ വീട്ടിൽ ചെന്നാലും ഇത് തന്നെ സ്വഭാവം. അതുകൊണ്ടാണ് അങ്ങനെയുള്ള വ്യക്തികളെ വീട്ടുകാർ ഉപേക്ഷിക്കുക. ഒരു ദിവസം ഭാര്യ അവനിട്ടിട്ട് പോകും, ഭാര്യയുടെ വഴിക്ക് പോകും, പിന്നെ ആരുമില്ല. പിന്നെ വേണ്ടാത്ത ശീലങ്ങളിലേക്കോ, അല്ലെങ്കിൽ ഡിപ്രഷൻ വന്ന്, വളരെ ഹൈ ഡിപ്രഷൻ വന്ന്, പിന്നെ വല്ല ആശ്രമങ്ങളിലോ സൈക്കാട്രി മരുന്നോ ഒക്കെ കഴിച്ച് ജീവിക്കാം നമുക്ക്. അപ്പം അതുകൊണ്ട് മനസ്സുകൊണ്ട് കളിക്കരുത്. മനസ്സുകൊണ്ട് കളിച്ചാൽ തിരിച്ചടിക്കും. അത് കൃഷ്ണൻ ഓർമ്മിപ്പിക്കണം. അതുകൊണ്ട് എങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ പിടിയിൽ നിന്നും, അതായത് നമ്മളിലെ സ്വാർത്ഥ സുഖത്തെ, സെൽഫിഷ് സുഖങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്ക് വികസിക്കാൻ പറ്റും, അതാണ് കൃഷ്ണൻ 41-ാം ശ്ലോകത്തിൽ പറയുന്ന. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശ്ലോകം കണ്ടു, പക്ഷെ അർത്ഥത്തിലേക്ക് കടന്നില്ല. ഒന്നുകൂടി ആ ശ്ലോകം വായിച്ച് നമുക്ക് അർത്ഥത്തിലേക്ക് കിടക്കാം. തസ്മാത് ത്വമിന്ദ്രിയാണ്യാദോ നിയമ്യ ഭരതർഷഭ പാത്മാനം പ്രജഹീഹേനം ജ്ഞാനവിജ്ഞാനനാശനം. തസ്മാത്, അതുകൊണ്ട് അർജുന, ത്വം, നീ ചെയ്തു തുടങ്ങണം. അപ്പം എല്ലാവരോടും ഇവിടെ അഭിസംബോധന ചെയ്യാണ്. അമിതമായ മദ്യശീലം, അമിതമായ മൊബൈൽ അഡിക്ഷൻ, അമിതമായ പെണ്ണ് ചിന്തകൾ, അമിതമായ ഏത് കാര്യങ്ങൾ നിങ്ങളതിൽ അമിതമായ പ്രാധാന്യം കൊടുത്തോ, ആ നെഗറ്റീവ് നിങ്ങളെ അടിക്കും എന്ന് ഞാൻ പറയാൻ കാരണം, നിങ്ങളൊന്ന് ചുറ്റുപാടിലേക്ക് നോക്കൂ. ഇത്തരം കൂട്ടരുടെയൊക്കെ കുടുംബജീവിതത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുന്നത്?
ഭാര്യ ഇട്ടിട്ട് പോവും. കാരണം ഭാര്യയ്ക്ക് മനസ്സിലായി ഈ സ്നേഹമില്ലാത്ത ഇയാളുടെ കൂടെ ഞാനെന്തിന് ജീവിക്കണം, അയാളുടെ സുഖത്തിന് ജീവിക്കുമ്പോൾ എനിക്കെന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സുഖത്തിന് ജീവിച്ചുകൂടാ. മക്കളിട്ടിട്ട് പോവും. അവസാനം സ്വന്തം വീട്ടുകാർക്ക് വേണ്ടാതാവും. കാരണം ഒരു ക്രമേണ നമ്മുടെ ചില ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോകും. അപ്പം നമ്മുടെ ചില ദുശ്ശീലങ്ങൾ അടിമപ്പെട്ടു. കാരണം പിന്നെ അതൊന്ന് പുറത്ത് കടക്കാൻ പ്രയാസമാണ്. ഈ മനസ്സെന്ന് പറയുന്ന വലിയൊരു ട്രാപ്പാണ്. നിങ്ങൾ കേട്ടില്ലേ ഈ വെള്ളത്തിലൊക്കെ നീരാളി എന്ന് പറയുന്ന ഒക്ടോപ്രക്ടസ് അങ്ങനെ എന്തോ ആണ് പറയുക. ആ സാധനത്തിൻ്റെ കയ്യിൽ പെട്ടുപോയാൽ പിന്നെ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പ്രയാസമാണ്. അത്ര ഈ കൊറോണ വൈറസ് പിടിച്ച പോലെ. കൊറോണ പിന്നെയും നമുക്ക് രക്ഷപ്പെടാൻ വഴികളുണ്ട്. അപ്പം ഈ തരത്തിൽ നമ്മുടെ മനസ്സിനെ നാം ഉയർത്തണം. എനിക്ക് ഈ നെഗറ്റീവ് ഊർജം അമിതമായാൽ എൻ്റെ കുടുംബം തകരും, എൻ്റെ ജീവിതം തകരും. ഇതെന്നെ ഉയർത്തുകയല്ല. ഭൂമിയിൽ ഞാൻ എന്തിനാണ് വന്നത്? ഇവിടുത്തെ ഈ ജീവൻ്റെ ഉദ്ദേശ്യം എന്താണ്? ഇവിടെയുള്ള ഊർജത്തിൻ്റെ സ്വഭാവം എന്താണ്? വികാസമാണ്. ഒരിക്കലും സങ്കോചിക്കലല്ല, സങ്കുചിതമാവലല്ല. ഇതുപോലെ നമ്മുടെ മനസ്സും വികസിക്കലാണ് ആവശ്യമെങ്കിൽ സ്വാർത്ഥ സുഖത്തിൽ നിന്നും ക്രമേണ സമൂഹ നന്മയിലേക്ക് ഞാൻ ഉയരണം. അപ്പം സ്വാർത്ഥ സുഖങ്ങളെ ഒരു പരിധി അത് വേണം, കുറച്ച് സമയം. എൻ്റെ ഇഷ്ടത്തിന് നോക്കൂ, വിദേശികളെയൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കണം. കുറേ അവരൊക്കെ മദ്യം കഴിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പെഗ്ഗെടുത്ത് കുടുംബ ബന്ധം തകർക്കുന്ന പ്രശ്നമില്ല. വായിൽ നിന്ന് ചീത്ത വാക്ക് വരുന്നത് അവരനുവദിക്കില്ല. അതുപോലെ മൊബൈൽ ഒരു ലേശ സമയം കഴിഞ്ഞു, അതിനപ്പുറത്തേക്ക് അതിൻ്റെ സ്വാധീനമുണ്ടാവരുത്. ഇങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ളൊരു കഴിവ് നാം സ്വയം ഡെവലപ്പ് ചെയ്യണം. ആ മെച്യൂരിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ക്രമേണ നമ്മുടെ പ്രവൃത്തി സമൂഹത്തിന് പോലും ഒരു ഉപകാരമാകുന്ന, പ്രയോജനകരമാകുന്ന, അവർക്കും വഴി കാണിക്കുന്ന പ്രവൃത്തിയാകുമ്പോൾ സമൂഹം നമ്മളെ ആദരിക്കും, അംഗീകരിക്കും. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആരുമില്ല എന്നുള്ള തോന്നൽ വരും. എല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. അപ്പം ആ തരത്തിൽ നമ്മൾ മനസ്സിനെ വികസിപ്പിക്കണം. അതിനെന്ത് വേണം? ത്വം ഇന്ദ്രിയാണി ആദോ നിയമ്യ. ഇന്ദ്രിയത്തിൽ നിന്നും തുടങ്ങണം. കാരണം നേരത്തെ 3 കാര്യങ്ങൾ കൃഷ്ണൻ പറഞ്ഞു. ഇന്ദ്രിയങ്ങളാണ് ഒരു വിഷയത്തിൽ അങ്ങനെ നമ്മളെ പെട്ടെന്ന് കൊണ്ടുപോകുന്നത്. കാരണം മറ്റുള്ളവർ നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെയാണ്. ഇപ്പം നമ്മൾ മൊബൈൽ കാണുന്നു കണ്ണ്, മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുന്നു കാത്, അതുപോലെ മറ്റുള്ളവർ നമ്മളെ ലഹരി വസ്തുക്കളിലേക്ക് പ്രേരിപ്പിക്കുന്നു നാക്ക്, മൂക്ക്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ദ്രിയങ്ങളാണ് പ്രേരകമാവുന്നത്. അപ്പം ആ ഇന്ദ്രിയങ്ങളെ ആദ്യമൊന്ന് നിയമ്യ. നോക്കൂ, ഇന്ദ്രിയങ്ങളെ നിയമ്യ എന്ന് ഞാൻ ഇന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ചുറ്റുപാടിലേക്ക് നോക്കിയത് മനസ്സിലാവും. കൊറോണ എന്ന് പറയുന്നൊരു വൈറസ് മനുഷ്യൻ്റെ ഉള്ളിൽ കയറുന്നതിന് കാരണം വായയും മൂക്കുമാണെന്നുള്ള സംശയമില്ലല്ലോ. ഇന്നിപ്പോൾ ഗവൺമെൻറ് ഇതാ പറയണത് ഇന്ദ്രിയാണി നിയമ്യ, മാസ്ക് ഇടൂ എന്നാണ്. നിങ്ങളുടെ കൈകളിലൊക്കെ സാനിറ്റൈസർ, അതൊരു ഇന്ദ്രിയമാണ്. കാരണം സ്പർശത്തിലൂടെ സ്പർശം എന്ന് പറയുന്ന ഇന്ദ്രിയത്തെയാണ് നമ്മൾ സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് നമ്മൾ കഴുകേണ്ടത്. അപ്പോൾ ഈ വൈറസിന് നമ്മുടെ ശരീരത്തിൽ നിൽക്കാനും കടക്കാനുമുള്ള അവസരം ഇല്ലാതാവുന്നത് പോലെ നാം മറ്റുള്ളവർ നമുക്ക് വിഷയങ്ങൾ വിതരണം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ കമ്പ്യൂട്ടറോ മൊബൈലൊക്കെ ഇരിക്കുമ്പോഴും നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്കൊന്ന് നിയന്ത്രിക്കാൻ സാധിക്കുക. ഈ നിയന്ത്രണം എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, കണ്ണടയ്ക്കലോ അല്ലെങ്കിൽ കാത് പൊത്തലോ അല്ല. മാസ്കിൻ്റെ കാര്യത്തിൽ അത് പൊത്തി വെക്കൽ തന്നെയാണ്. പക്ഷേ നമുക്ക് എല്ലാ കാതിലും മൂക്കിലും ഒന്നും മാസ്ക് വയ്ക്കാൻ കണ്ണിലും മാസ്ക് ഇടാൻ പറ്റില്ലല്ലോ. ഇപ്പം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഞാൻ എത്രയും നിങ്ങൾ ഓർത്താൽ മതി, എൻ്റെ സ്വാർത്ഥ സുഖത്തിന് പ്രാധാന്യം കൊടുത്താൽ ഈ എനർജി എനിക്ക് തന്നെ തിരിച്ചു കിട്ടും. ഈ ഒരു എനർജി എന്നെ കൂടുതൽ താഴോട്ട് കൊണ്ടുപോകും. എൻ്റെ ജീവിതം കേവലം എന്നെ തളർത്തുന്നതാവരുത്. എൻ്റെ ശക്തി കേവലം എന്നെ ദുർബലമാക്കുന്നതാവരുത്. ഇത് സമൂഹത്തിന് പ്രയോജനപ്പെടണം. എൻ്റെ ജീവിതം സമൂഹത്തിനും കൂടി പ്രയോജനപ്പെടണം. ഞാൻ വികസിക്കേണ്ടവനാണ്. അപ്പം ഞാൻ എപ്പോഴും ഈ ഒരു കാര്യം ഓർത്താൽ മതി. സങ്കുചിതമാക്കണോ വികസിക്കണോ? സങ്കുചിതമാക്കാനാണെങ്കിൽ ഇന്ദ്രിയങ്ങൾ അഴിച്ചു വിട്ടോളൂ. അതല്ല, വികസിക്കണമെന്നാണെങ്കിൽ നാം കുറച്ചൊരു കൺട്രോൾ നമ്മളിൽ വെക്കണം. അതാണ് പണ്ട് ചെറുപ്പകാലത്തിൽ അച്ഛനമ്മമാർ നമ്മളെ പല ഡിസിപ്ലിനിലും വളർത്തിയത്. കാരണം നമുക്ക് ഇന്ദ്രിയങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ കുട്ടികളത് മിസ്യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു, അടക്കവും ഒതുക്കവും വേണം,
ഓരോ സന്ദർഭത്തിലും അച്ഛനമ്മമാർ നമുക്ക് തന്ന ഇൻസ്ട്രക്ഷനാണ് പിൽക്കാലത്ത് നമ്മളെ കുറേ പക്വതയുള്ള വ്യക്തികളാക്കി മാറ്റി. കാരണം ചെറുപ്പത്തിൽ നമുക്കറിയില്ല എന്താണ് ഏതാണെന്നുള്ളത്. കൂട്ടുകാരുടെ കൂടെ അങ്ങോട്ട് പോയാൽ പോവും, പാടില്ല, 6 മണിക്ക് വീട്ടിലെത്തണം. അപ്പോൾ ഒരു നിയന്ത്രണം വെക്കുകയാണ്. 6 മണിക്ക് ശേഷം നമ്മളങ്ങനെ സ്വാതന്ത്ര്യം എടുക്കരുത്. അപ്പം നമ്മുടെ സുഖത്തിനല്ല പ്രാധാന്യം. എല്ലാവരുടെയും ഒരു കുടുംബമുണ്ട്, കുടുംബത്തിന് വേണ്ടി അങ്ങനെ ഒരു വികാസത്തിലേക്ക് കുറേ കൊണ്ടുവരാൻ അന്നത്തെ ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സൈക്കോളജിക്കലി പഠനം നമുക്ക് പറഞ്ഞു തന്നില്ല. നിങ്ങളുടെ സ്വാർത്ഥ സുഖങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്തോറും നിങ്ങൾ സങ്കുചിതരാവുകയാണ്, നിങ്ങളെ താഴോട്ട് വലിക്കുകയാണ്. നിങ്ങൾ ഒരു കുടുംബത്തിന് വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടി ചിന്തിക്കുമ്പോൾ നിങ്ങൾ വികസിക്കുകയാണ്. ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് സ്വയം ചോദിക്കുമ്പോൾ നമ്മുടെ തന്നെ ഇന്ദ്രിയങ്ങളെ സ്വയം നിയന്ത്രിക്കാൻ നമുക്ക് ശക്തി വരും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കള്ളു കുടിക്കുന്നവൻ അങ്ങനെ കള്ളു കുടിച്ചുകൊണ്ടിരുന്നാൽ, അവൻ്റെ സ്വാർത്ഥ സുഖത്തിന് വേണ്ടി അവൻ പ്രാധാന്യം കൊടുക്കുമ്പോൾ കുറേ കഴിഞ്ഞാൽ ആ സുഖങ്ങൾ തീരാത്ത കണ്ണുനീരുകളായി മാറുമെന്ന് ഇന്നല്ലെങ്കിൽ നാളെ അവനെ കാലം പഠിപ്പിക്കും. എത്രയോ മദ്യപാനികളുടെ ഭാര്യയും മക്കളൊക്കെ വിട്ടെറിഞ്ഞ് പോയിട്ടുണ്ട്. അവസാനം ആരാരുമില്ലാത്ത എത്രയോ മദ്യപാനികൾ, കുടുംബം തകർന്നു പോയ മദ്യപാനികൾ. മനസ്സിലായില്ലേ? ഈ തരത്തിലൊക്കെ നമ്മൾ പല ദുർബല വികാരങ്ങൾക്കും അടിമപ്പെട്ട്, മൊബൈലിന് അടിമപ്പെട്ട എത്രയോ കുട്ടികൾ ഇന്ന് സൈക്യാട്രിസ്റ്റുമാരെ മുന്നിൽ കാണാൻ നിങ്ങൾക്ക് അടിമപ്പെട്ട് അച്ഛനമ്മമാർക്കിതൊരു ഒരു മാനസിക രോഗിയെപ്പോലെ മക്കളെ കാണുന്നത് ഒരു ഭാരം പോലെ തോന്നും. അപ്പം അതുകൊണ്ട് നാം തിരിച്ചറിയണം, നാം കൊണ്ടു നടക്കുന്ന ഊർജ്ജമാണ് നമ്മുടെ ചുറ്റുപാടിലേക്ക് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ കുട്ടികളും താളം തെറ്റും, നമ്മുടെ വീടും താളം തെറ്റും. അവസാനം നമുക്ക് സുഖജീവിതം ഇന്ന് കിട്ടും, നാളെ ഇത് ദുഃഖത്തിൻ്റെ, വേദനയുടെ, അവശ്യതയുടെ ജീവിതമാണ്. സ്വയം തീരുമാനിക്കുക, എനിക്ക് സങ്കുചിതമാണോ, എനിക്ക് വികസിക്കണോ. ഇത് വളരെ വലിയൊരു തിരിച്ചറിവാണ്. ഈ ടെംപ്റ്റേഷൻ നമ്മളൊന്ന് സ്വയം ഒരു അടിവരയിട്ട് തിരിച്ചറിയാൻ പറ്റുക. അതിനാണ് നമ്മളോടൊരു ഒരു ഡിസിഷൻ നമുക്ക് കിട്ടാനാണ് നമ്മളോട് ഡിസിപ്ലിൻ പറഞ്ഞ കൃത്യനിഷ്ഠ, കോംപ്രമൈസ് ചെയ്യാതെ നമ്മൾ കൃത്യനിഷ്ഠ പാലിക്കുക. രാത്രി 10:30 കിടക്കുന്ന പറഞ്ഞാൽ ദൈവം തന്നെ വിളിച്ചാൽ ഞാൻ 10:30 കിടക്കും, അല്ലെങ്കിൽ ഒരു 10 മണിക്ക് കിടക്കും. 5 മണിക്ക് എണീക്കുന്ന 5 മണിക്ക് എണീറ്റിരിക്കുക, അത് ശീലിക്കുക. കാരണം നമ്മുടെ ബുദ്ധിക്ക് തീരുമാനമെടുക്കാനുള്ള ശക്തി ഉണ്ടെങ്കിലേ ഈ വരയ്ക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇന്നലത്തെ ഒരു പത്രം വായിച്ചതാണ്. പഞ്ചാബിൽ വലിയൊരു ഇമ്പോർട്ടിങ് ബിസിനസ് ചെയ്യുന്ന ആൾ, കോടികളുടെ ബിസിനസ്. ആ മനുഷ്യ മനസ്സിനൊന്ന് തോന്നി കൂടുതൽ പൈസ ഉണ്ടാക്കണമെന്ന്, സ്വാർത്ഥ ചിന്ത മനസ്സിൽ വന്നു. അയാൾ എവിടുന്നോ ഈ നർക്കോട്ടിക് വിഭാഗത്തിൽപ്പെട്ടിട്ട് കൊക്കൈൻ അങ്ങനെയുള്ള തര സാധനങ്ങളുണ്ട്, അത് അയാളുടെ ഏതോ കണ്ടെയ്നർ വഴി അയച്ചു. അത് പിടിച്ചു, ഇന്ത്യയിൽ വെച്ചത് പിടിച്ചു. ആ മനുഷ്യൻ്റെ ലൈസൻസ് അങ്ങോട്ട് തള്ളി. ലൈസൻസ് തള്ളി എന്നല്ല, ഇയാൾക്ക് ഇനി ആരുടെ കൂടെയും ബിസിനസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഇയാളെ ലിസ്റ്റ് ചെയ്തു. ആലോചിച്ച് നോക്കൂ, എത്രയോ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന മനുഷ്യനാണ്. ഇന്നിപ്പോൾ ഭാരതത്തിൽ അങ്ങനെയൊക്കെയുള്ള കർശന നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടൊരു മനുഷ്യനാണ്. സ്വാർത്ഥത ഉള്ളിൽ കയറി, എനിക്ക് കുറച്ചുകൂടി ആർത്തി, പണം ഉണ്ടാക്കണം. അപ്പോൾ ഒരു വഴിവിട്ട കാര്യങ്ങളിലൂടെ പണം ഉണ്ടാക്കാൻ നോക്കി, അവസാനം കൊണ്ടടിച്ചു. സ്വന്തം ലൈസൻസുകൾ പോയി. ഇനി ആരുടെയും കൂടെ ഇയാളുടെ പേര് വരാൻ പാടില്ലാത്ത തരത്തിൽ ലിസ്റ്റ് ചെയ്തു. കാരണം റെക്കോർഡിക്കലി ഇയാൾക്ക് ഇനി ആരുടെയും കൂടെ കയറാൻ പറ്റില്ല. ആലോചിച്ചു, പിന്നെ എന്തിനു പറ്റും ഇയാൾക്ക് കുറേ കഴിഞ്ഞാൽ ഇനി ആത്മഹത്യയിലേക്കാണ് പോകുക. കാരണം അയാൾക്കെന്ന അഭിമാനം, അയാളുടെ ദുരഭിമാനം അയാളെ ജീവിക്കാൻ അനുവദിക്കില്ല. ഇതാണ് ഇങ്ങനെയുള്ള കൂട്ടർക്കൊക്കെ അവസാനം നോക്കുക. അങ്ങനെ ഈ പൈസ ഉണ്ടാക്കി ഇപ്പം എന്താ ഉണ്ടായത്? മനസ്സിന് കുറേ നാണക്കേടായില്ലേ. ഇനി ഇവരുടെയൊക്കെ കമ്മ്യൂണിറ്റിയിൽ ഇയാൾക്ക് ചെന്നിരിക്കാൻ പറ്റും. അതേ ആ ലൈസൻസ് പോയ മനുഷ്യരാണെന്ന് 10 പേര് പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറ്റും. ഈ തരത്തിൽ നമ്മൾ അറിയില്ലേ, ഞാൻ പറയില്ലേ, ഈ നെഗറ്റീവ് നമുക്ക് വന്ന് അടിക്കും എന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ടെംപ്റ്റേഷൻസ് വരുമ്പോൾ നോ എന്ന് പറയാനുള്ള ആർജവം നമുക്കുണ്ടാവണമെങ്കിൽ ഒരു കൃത്യനിഷ്ഠ ജീവിതത്തിൽ പാലിക്കണം. അപ്പോഴാണ് ബുദ്ധി, നിങ്ങൾ ഈ കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞാൽ രാവിലെ എണീക്കണം എന്നുള്ളതല്ല. നിങ്ങളതിൻ്റെ സയൻസ് മനസ്സിലാക്കുക, സൈക്കോളജി മനസ്സിലാക്കുക. കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്കൊരു തീരുമാനം എടുക്കാനുള്ള, ഉറപ്പിക്കാനുള്ള കഴിവിനെ വളർത്തുക എന്നുള്ളതാണ്. അതായത് എൻ്റെ ബുദ്ധിക്ക് ഇത്ര സമയത്ത് എണീക്കാൻ പറ്റും എന്നിങ്ങനെ നിരന്തരം ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എൻ്റെ ബുദ്ധി പറയാണ് സ്റ്റോപ്പ്, നോ എന്ന് പറഞ്ഞാൽ അവിടെ നോ ആണ്. പിന്നെ എൻ്റെ ഇന്ദ്രിയങ്ങൾ അങ്ങോട്ട് കടക്കില്ല. അതാണ് നമ്മുടെ പവർ എന്ന് പറയുന്നത്.
അപ്പം നമ്മളൊരു കൃത്യനിഷ്ഠ പാലിച്ചാൽ മാത്രമേ നമുക്ക് സാധിക്കൂ. അല്ലെങ്കിൽ ഈ മദ്യപാനികൾ മദ്യം നിർത്തുന്ന പോലെയാണ്. നാളെ മുതൽ ഞാൻ നിർത്തില്ല, നാളെ മുതൽ ഞാൻ കുടിക്കില്ല. എവിടെ? വൈകുന്നേരമായി അവന് വീണ്ടും ടെംപ്റ്റേഷൻ വന്നു. അവൻ്റെ ഇന്ദ്രിയങ്ങളും അവൻ്റെ മനസ്സും അവൻ്റെ ബുദ്ധിയും, കാരണം അവൻ എന്തൊക്കെയാണോ ശീലിച്ചത് ആ ശീലങ്ങളെ നിങ്ങൾക്ക് രാപ്പകൽ കൊണ്ട് മാറ്റാൻ പറ്റില്ല. അതങ്ങനെ ആ ടെംപ്റ്റേഷൻ വീണ്ടും വീണ്ടും അതിനു വേണ്ടി പ്രേരിപ്പിക്കും. അങ്ങനെ നമ്മുടെ ജീവിതം നശിക്കണോ തകരണോ നമ്മൾ തീരുമാനിക്കണം. അതുകൊണ്ട് തസ്മാത് ഇന്ദ്രിയാണി ആദോ നിയമ്യ. ആദോ എന്ന് പറഞ്ഞാൽ ആദ്യം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. അപ്പം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനാണ് കുട്ടികൾക്കൊക്കെ ശീലങ്ങൾ ഉണ്ടാക്കേണ്ടത്. അതായത് നമ്മുടെ ഹിന്ദു മതത്തിലെ ഈ വിഗ്രഹാരാധന, നമ്മൾ കുറച്ച് നേരം ഒരു വിഗ്രഹത്തിൻ്റെ മുന്നിൽ കണ്ണടച്ച് കണ്ണ് തുറന്നു നോക്കുക ആദ്യം. അങ്ങനെ കണ്ണ് തുറന്ന ആ വിഗ്രഹത്തെ മനസ്സിൽ കണ്ട് അങ്ങനെയൊക്കെ ആരാധിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ നമ്മൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒന്നിലേക്ക് കൊണ്ടുപോകും. വിഗ്രഹങ്ങൾ നമ്മളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് പവറിലാണ്. അതിലേക്ക് കൊണ്ടുപോകുമ്പോൾ ക്രമേണ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മനസാക്ഷി ഉണരാൻ തുടങ്ങും. നമുക്ക് മനസ്സിലാവും, വെറുതെ സമയം കളയരുത്, വെറുതെ ജീവിതം സ്പോയിൽ ചെയ്യരുത്, വെറുതെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കരുത്. നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു തിരിച്ചറിവ് വരും. ഈ തിരിച്ചറിവുണ്ടാവാൻ ഇത്തരത്തിലുള്ള ഉപാസനകൾക്ക് വളരെ വലിയ കഴിവുണ്ട്. അതുകൊണ്ടാണ് കുട്ടികളെ കുട്ടിക്കാലത്ത് തന്നെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോകണം, നാമം ജപിപ്പിക്കണം. കാരണം അവർക്കും ഇതുപോലുള്ള ടെംപ്റ്റേഷൻസൊക്കെ വരുമ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ നോക്കൂ, ഇത് നിൻ്റെ ഭാവിയെ തകർക്കുമല്ലോ, നിനക്ക് ഭാവി ഉണ്ടാവില്ല, നിൻ്റെ ജീവിതമാണ് നീ തകർക്കുന്നത് എന്നൊക്കെ മനസ്സിലായില്ലേ. ഇത്തരം കുട്ടികളുടെ ജീവിതത്തിൽ അമ്മമാർ വളരെ ശ്രദ്ധിക്കണം. ഇന്ന് പ്രത്യേകിച്ച് പെൺകുട്ടികളെയൊക്കെ അബ്യൂസ് ചെയ്യുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. ഞാനിത് പറയുമ്പോഴും കഴിഞ്ഞ ദിവസമാണ് ഒരു പെൺകുട്ടിയെ ഒരുത്തൻ ജീവനോടെ തൂക്കിക്കൊന്നത്. അതിനെ കുറേ കാലം, ഒരു കൊല്ലക്കേറ്റ് അവൻ അബ്യൂസ് ചെയ്യുന്നുണ്ട് അത്രേ. പക്ഷേ ആ കുട്ടിയാണെങ്കിൽ ആ 7, 8, 9 പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് തോന്നുന്നു. ആ കുട്ടിയാണ് അവൻ തൂക്കി കൊന്നു കളഞ്ഞത്. പക്ഷേ ആ കുട്ടി നോക്ക് 1.5 വർഷമായിട്ട് ആ കുട്ടിക്കൊന്ന് പറയാമായിരുന്നു. ഒരു ലേശം ഇത്തരത്തിലുള്ളൊരു ആത്മീയ സംസ്കാരത്തിലൂടെ കുട്ടികളെ വളർത്തുമ്പോൾ, ആരെങ്കിലും അവരെ ഉപദ്രവിക്കുമ്പോൾ അവർക്ക് അച്ഛനമ്മമാരോട് പറയാൻ പറ്റും. എന്നാൽ ഇതൊന്നുമില്ലെങ്കിൽ അവർ ഭീഷണിക്ക് കാരണം അവരിൽ ഒരു സെൽഫിഷ്നെസ് ഉണ്ടല്ലോ, നിന്നെ കൊന്നുകളയും, ആരോടും പറയരുതെന്നൊക്കെ പറഞ്ഞാൽ അവരും പേടിച്ചു പോകും. നേരെ മറിച്ച് ആ പേടിയെ ബ്രേക്ക് ചെയ്തിട്ട് എന്തു വന്നാലും ഞാൻ പറയാം എന്നുള്ളൊരു ധൈര്യം കുട്ടികൾക്ക് കിട്ടാൻ ഈ ആത്മീയത വളരെയധികം അതിനുപകരിക്കും. കുട്ടികളെ കുറച്ച് നേരം ജപിപ്പിക്കുന്നത് അവരിലെ മനഃശക്തി ഉണർത്താനാണ്. അല്ലാതെ നിങ്ങളുടെ ഈ അന്ധത, നിങ്ങൾ ഹിന്ദു മതത്തിലൊരു വളരെ വലിയൊരു അന്ധ സ്വഭാവമുള്ളവരുണ്ട്, വെറുതെ തൊഴിപ്പിക്കുക. കാരണം അച്ഛനും അമ്മയും അമ്പലത്തിൽ പോയാൽ അവിടെ ഇരുന്നിട്ട് ലൗകിക വർത്തമാനം പറയുക, മേടിക്കേണ്ട പായസത്തെക്കുറിച്ചും മറ്റുള്ളവൻ്റെ കുറ്റവും കുറവും. ഇപ്പം നിങ്ങൾ തന്നെ ആ ആ പോസിറ്റീവ് ഊർജ്ജ സ്ഥലത്ത് നിങ്ങളുടെ മനസ്സിനെ നെഗറ്റീവാണ് വയ്ക്കുന്നതെങ്കിൽ നിങ്ങളെന്ത് ആത്മീയതയാണ് പറയുന്നത്? നിങ്ങളെന്ത് ഹിന്ദുവാണ്? നിങ്ങളാണ് ജന്തു. കാരണം ഒരു അന്തരീക്ഷത്തിൽ ആ അന്തരീക്ഷത്തിനനുസരിച്ചുള്ള മനസ്സില്ല എങ്കിൽ പിന്നെ എന്ത് ഹിന്ദുവാണ്? നാം കെ വാസ്, ഒരു പേരിന് വേണ്ടി ഹിന്ദു, അത് അധപ്പതനമാണ്. നമ്മൾ തന്നെ നമ്മളെ അധപ്പതിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമുക്കറിയണം, നമ്മൾ ഒരു ക്ഷേത്രത്തിനകത്താണ്. ക്ഷേത്രത്തിൻ്റെ അകത്ത് നാമസങ്കീർത്തനേ പാടുള്ളൂ. അവിടെ ഒരു ഊർജം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മഹാന്മാരുടെ തപോഭൂമിയാണത്, അവരുടെ സങ്കല്പശക്തിയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഗുരുവായൂരൊക്കെ നോക്കൂ, ശങ്കരാചാര്യ സ്വാമികളെപ്പോലുള്ളവർ അവിടുത്തെ പൂജാചിട്ടകൾ വെച്ചിരിക്കുന്നത്. അവരൊക്കെ ശക്തി അവിടെ ഇല്ലാതിരിക്കുമോ? ഋഷി പരമ്പരകളുടെ ഭൂമിയാണ്. അതുകൊണ്ടാണ് ഈ ഭൂമിയെ ധർമ്മഭൂമി, മോക്ഷഭൂമി എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അത്തരം ഭൂമികളിലിരുന്ന് നമ്മുടെ ലൗകിക വർത്തമാനം, വീട്ടിലെ കാര്യങ്ങളൊന്നും അമ്പലത്തിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യരുത്. അങ്ങനെ ഒരാൾ നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ എൻ്റർടൈൻ ചെയ്യരുത്. നമ്മൾ വേഗം വേറെ എന്തെങ്കിലും വിഷയത്തിലേക്ക് മാറ്റി ഒഴിവാക്കണം. പലപ്പോഴും നമുക്ക് കാണാം നമ്മുടെ ക്ഷേത്രത്തിലൊക്കെ രാഷ്ട്രീയം പറയുന്നതൊക്കെ. ഇതൊക്കെ അവനവന് അടിക്കും, തിരിച്ചടിക്കും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു നിങ്ങളോട്, തിരിച്ചടിക്കും നല്ല ബോധ്യം വയ്ക്കുക, ഇതെനിക്ക് തിരിച്ചടിക്കും. കാരണം ഈ അന്തരീക്ഷത്തിലെ പോസിറ്റീവ് എനർജിയിലേക്ക് ഈ നെഗറ്റീവ് കടക്കില്ല, അത് തിരിച്ച് എന്നിലേക്ക് വരും. അപ്പം അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളെ ഉയർത്തണമെന്നുണ്ടെങ്കിൽ കട്ട്, സിനിമയിൽ പറയുന്ന പോലെ കട്ട്. ആവശ്യമില്ലാത്തത് ഞാൻ വെറുതെ ഡിസ്കസ് ചെയ്യേണ്ട, ആവശ്യമില്ലാത്തത് ഞാൻ കാണണ്ട, ആവശ്യമില്ലാത്തത് ഞാൻ വെറുതെ കേൾക്കാൻ വേണ്ട, അത് മാറ്റുക, എൻ്റെ മനസ്സിനെ മാറ്റുക. ഈ തരത്തിൽ നമുക്കൊരു ഡിസിഷൻ പവർ, ആദോ ഇന്ദ്രിയാണി നിയമ്യ. നമ്മുടെ വായിൽ നിന്ന് പോകണ്ട, നമ്മളതിനൊരു അവസരം കൊടുക്കണ്ട, നമ്മളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണ്ട. അപ്പം ആ തരത്തിൽ
നാം ഒന്ന് വളരാൻ ശ്രമിച്ചാൽ വലിയ മാറ്റങ്ങളുണ്ടാക്കാം. എനിക്കിന്നത്തെ കല്യാണം കഴിച്ച യുവാക്കളോട്, അമ്മമാരോടും അച്ഛന്മാരോടും പറയാനുള്ളത്, വീട്ടിൻ്റെ അകത്ത് കഴിയുന്നതും മൊബൈലെടുത്ത് സ്വന്തം എൻ്റർടൈൻമെൻറ്റിന് സമയം ചെലവഴിക്കരുത്. നിങ്ങളത് ടെംപ്റ്റ് ചെയ്യും, നിങ്ങളത് പ്രേരിപ്പിക്കും. പക്ഷേ നിങ്ങളുടെ മക്കൾ നിങ്ങളിൽ നിന്നും അകന്നു പോവുകയാണെന്ന സത്യം കൂടി ഉൾക്കൊണ്ടോളണം. കാരണം അവർക്ക് കൊടുക്കേണ്ട ഒരു ഊർജ്ജം, അവർക്ക് നന്മ കൊടുക്കേണ്ട ഒരു ഊർജ്ജം നിങ്ങളുടെ സെൽഫിഷ് സുഖത്തിന്, സ്വാർത്ഥ സുഖത്തിന് നിങ്ങൾ ചെലവഴിച്ചാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഒരു കുടുംബമായിരിക്കും. ഇന്ന് നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യും, കുടുംബം പോയാൽ ഇതേ മൊബൈൽ കാരണമാണ് എനിക്ക് നഷ്ടങ്ങളുണ്ടായതെന്ന കുറ്റബോധം നിങ്ങളെ വേട്ടയാടും. നിങ്ങൾക്കതൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ മൈൻഡിനെക്കുറിച്ച്. മൈൻഡെന്ന് പറയുന്നത് ഒന്ന് താളം തെറ്റിയാൽ, ഒന്ന് വേണമെങ്കിലൊന്ന് പോവുക, കുതിരവട്ടോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ ഒന്ന് പോവുക, കാണാം എന്താണ് മനസ്സിൻ്റെ താളം തെറ്റിയുള്ള അവസ്ഥ എന്ന്. മനസ്സെന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിലാണെന്ന് വിചാരിക്കരുത്. ഇതിൻ്റെ താളം ചില സ്ക്രൂ നട്ട് പോയി കഴിഞ്ഞാലല്ലോ പിന്നെ നിങ്ങൾ എത്ര കഴിവുള്ള കേമനായാലും ശരി, നിങ്ങളൊരു ഉപദ്രവമാണ്, നിങ്ങളൊരു ശല്യമാണ്, നിങ്ങളൊരു മഹാ നോയ്സൻസാണ്. അതാണ് മനസ്സിൻ്റെ അവസ്ഥ. ഞാനിത് പറയുന്നത് നിങ്ങളോട് വെറുതെ അടിച്ചു വിടുകയല്ല. ഞാൻ ഇതുപോലുള്ള കേസുകൾ കണ്ടും ഓരോ വീടുകളിലൊക്കെ ഉള്ള അങ്ങനത്തെ മാനസിക പ്രശ്നമുള്ളവരെ കണ്ട്, അച്ഛനമ്മമാർക്ക് മതിയായ മക്കളെ കണ്ടിട്ടുണ്ട്. ദൈവമേ, ഇതൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. കാരണം താങ്ങാൻ പറ്റണ്ടേ അവർക്ക്. താളം തെറ്റിച്ചതാണ് ഇതൊക്കെ, സ്വയം താളം തെറ്റിച്ചതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ അമിതമായിട്ട് എല്ലാറ്റിനും ഒരു നിയന്ത്രണം വെക്കാൻ സാധിക്കണം. മക്കളുടെ കൂടെ ഇരിക്കും, മക്കളുടെ കൂടെ അവിടെ നമ്മൾ മൊബൈലൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. അവർക്ക് സന്തോഷം കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുക. അങ്ങനെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്തു നോക്കൂ, നല്ല കുടുംബജീവിതം വരും. ഈ മൊബൈലൊരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ തിരിച്ചറിയുക. കാരണം പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഇൻ്റർനെറ്റൊക്കെ വളരെ സ്പീഡുള്ളത് കിട്ടിയപ്പോൾ നാം അതിലടിമകളായി തുടങ്ങി. അപ്പം അതുകൊണ്ട് അമിതമായ വിധേയത്വം, അടിമത്വം എന്തും അപകടമാണെന്ന് പണ്ടുള്ളവർ പറഞ്ഞ പോലെ, അമിതമായാൽ അമൃതും വിഷം, മറക്കരുത്. അത് നമുക്ക് അപകടമായിത്തീരും, അത് നമുക്കടിക്കും, നമുക്കാണ് തിരിച്ചടിക്കുക. നമ്മുടെ ഇന്നത്തെ സുഖം നാളത്തെ മഹാദുഃഖമാണ്, നമ്മുടെ തീവ്ര ദുഃഖമാണ്, കനത്ത നഷ്ടമാണ്. അതൊന്ന് ഓർത്തിട്ട് നിങ്ങൾ ജീവിച്ചു നോക്കൂ. ഇന്നത്തെ എൻ്റെ സുഖം നാളത്തെ എൻ്റെ ദുഃഖവും നഷ്ടമാണ്. നിങ്ങൾ ഓർത്തോളൂ. അതൊക്കെ നമുക്ക് മനസ്സിൽ ഓർത്ത് ജീവിക്കാൻ പറ്റിയാൽ നമുക്ക് സ്വയം ഒരു ലക്ഷ്മണരേഖ വരയ്ക്കാൻ പറ്റും. ആ ലക്ഷ്മണരേഖ കടന്നു പോയാൽ ഏത് സീതയായാലും രാവണ കസ്റ്റഡിയിലാണ്, രാവണ വിധേയത്തിലാണ്. അപ്പം അതുകൊണ്ട് ഒരു ലക്ഷ്മണരേഖ നമുക്ക് ചുറ്റും വരയ്ക്കണം. ഇത്രയേ പാടുള്ളൂ. ഇത് അപ്പുറം മറ്റുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കണം, മറ്റുള്ളവരുടെ നന്മ, മറ്റുള്ളവരുടെ സുഖം, മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും, അങ്ങനെ ഇന്ദ്രിയാണി തിരിച്ചു വിട്ടേക്കുക. ഇന്ദ്രിയങ്ങളെ മറ്റുള്ളവരുടെ നന്മയിലേക്ക് ഒന്ന് തിരിച്ചു. അതാണ് നമുക്കൊന്ന് ചെയ്യാൻ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. എന്തൊരു മാറ്റമുണ്ടായിരിക്കും നമ്മുടെ വ്യക്തിത്വത്തിൽ, വലിയൊരു പരിവർത്തനം നമുക്കുണ്ടാക്കാൻ നമ്മളിൽ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിഷയം നമുക്കൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം, ഹരി ഓം.